അങ്ങനെ സംഭവം നിന്നോട് നിൽക്കാൻ പറ്റില്ല. അല്ല ഞാൻ കാര്യപ്പെട്ടെ നീ ഇപ്പൊ ഇവിടെ ഒന്നും നല്ലൊക്കെ ഉണ്ടാക്കിയിട്ട് നീ സെന്റിമെന്റ്സ് പറയണ എന്താ കാര്യം എന്ന് പറ. എനിക്ക് നിന്നോട് എനിക്ക് പറ്റൂല അഭിലാഷ്. എന്റെ പൊന്നു മായന ഇപ്പൊ ഇവിടെ നമ്മള് പ്രശ്നം അഭിലാഷ്. ഞാൻ നീ അതേമാതിരി നല്ലൊരു എന്താ പറയണ്ടേ ചങ്കിന് ചങ്കാണ്. ആയിക്കോട്ടെ, പക്ഷെ നീ ആ മിണ്ടാത്തോണ്ടല്ല നമ്മളങ്ങനെ വന്ന് ചോദിച്ചതാണോ അല്ലയോ? കൈ വരാൻ നിന്റെ മുറിഞ്ഞല്ലോ നോക്ക്. ഈ സംഘടനത്തിന്റെ ഇടയ്ക്ക് കൈ വരാൻ മുറിഞ്ഞു അല്ലേ? മുറിഞ്ഞല്ലോ അതാണ് വേദന. അത് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ വേദനയാണോ? അത് പറ അഭിലാഷേ. ഞാൻ നിന്നെ എന്താ പറയണ്ടേ സ്കൂൾ കാലം മുതലേ ഒരുപാട് പേര് നിന്നെ ഹാസ്യമായിട്ട് കളിയാക്കിയിട്ടും ഞാൻ നിന്നെ അതേമാതിരി സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരനാണ്. എനിക്ക് നിന്നോട് കരയല്ലേ? എനിക്ക് ഒട്ടും താല്പര്യമില്ല. നമ്മളിപ്പോ ഒന്നും നല്ലൊക്കെ ഉണ്ടാക്കി മനസ്സിലായില്ലേ? അത് വിടെ നീ നമ്മളെ പറഞ്ഞേക്ക. നീ നേരെ ഇട്ട് വന്ന സമയത്ത് ബട്ടൺസൊക്കെ നേരെ വന്ന സമയത്തുണ്ടല്ലോ ഞാനിങ്ങനെ നോക്കിയപ്പോ ആരെയെന്ന് വിളിച്ചപ്പോ നീ ആ വഴി പോയ എന്താ കാര്യം? എനിക്ക് പറ്റില്ല. ഇത്ര ഉള്ളോ നീ? ശരി, ഈ തടി മാത്രമേ ഉള്ളൂ. അതൊന്നല്ല എനിക്ക് സാധിക്കില്ല. എന്റെ പൊന്നത് ആൾക്കാരൊക്കെ എനിക്ക് ഒട്ടും സാധിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഫാമിലി തന്നെ നോക്കണോ മനസ്സിൽ കരയില്ലേ? പോട്ടെ. ഈ പാർക്കില് ആയിരക്കണക്കിന് ആൾക്കാരിങ്ങനെ നോക്കിയിരിക്കണ അങ്ങനെയല്ല. നീ അത് മനസ്സിലായി. ആര് നോക്കിയാലും നോക്കിയില്ലെങ്കിലും വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ഒരുപാട് എന്താ പറയണ്ടേ എന്റെ ഒരു കുടുംബം പോലെ നിന്നെ സ്നേഹിച്ചതാ. മനസ്സിലായ? നീ എന്നെ ചതിച്ചതല്ലടാ, ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെയൊന്നല്ല, എനിക്കത് ഭയങ്കര ഫീലായി. അവൻ പൈസ കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞു എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് ചോദ്യം ചെയ്തു, ആണ് പറ്റിയത്. എനിക്ക് അതിൽ ഭയങ്കര വിഷമമുള്ള കേസാണ്. മനസ്സിലായോ? എന്തായാലും നീ ഒരു സങ്കടത്തിൽ ഇവിടെ വന്നിരുന്നാലേ. സങ്കടത്തിൽ മാത്രമല്ല, ഞാനിവിടെ ഇരുന്നത് വേറെ എനിക്ക് പൈസ കിട്ടാനുണ്ട്. അപ്പൊ അതിന്റെ ടെൻഷനിൽ ഞാൻ ഇവിടെ ഇരുന്ന് പോയി. ആയിക്കോട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം വൈകിട്ടുള്ള നിനക്ക് ആ പൈസ കിട്ടട്ടെ. എന്നാലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും അതെന്തായാലും നമ്മളെ എത്ര 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ് 5ാം ക്ലാസ് 6 7 8 9 10 നീ പറ 7ാം ക്ലാസ് പോലെ ഞാനും നീ ഒന്നിച്ചതാ. ആണോ അല്ലയോ? മനസ്സിലായോ? നീ പാട്ട് പാടും ഇല്ലേ? നീ കോമഡി ഇല്ലേ? ഞാൻ മാമുക്കോടെ തോന്നെടുക്കും. അന്നും നിന്റെ ടീച്ചർമാർ ഒരുപാട് നീ അല്ല ഞാൻ പറയാം. അന്നും നിന്നെ ചിരിപ്പിക്കണമല്ല. എനിക്ക് എന്റെ വിഷമം മനസ്സിൽ പോവില്ല. എന്നെ സംബന്ധിച്ച് എന്റെ മനസ്സിൽ പോവില്ല. അതാണ് നോക്കട്ടെ നിന്നെ ചിരിപ്പിക്കാൻ പറ്റുന്നത്. മോനെ മായൻകുട്ടി, നിന്റെ അതേ സൗന്ദര്യവും അതേ ലുക്കും ഉള്ളൊരു നടനെ ഇപ്പോൾ മലയാള സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആരാന്ന് വെച്ചാൽ കുഞ്ചാക്കോവായി. നിന്റെ അതേ കണ്ണ്, നിന്റെ അതേ മൂക്ക്, നിന്റെ അതേ വയറുള്ളൊരു നടനാണ്. നിറ സിനിമയിൽ ആ കൊച്ചു കിടന്ന് മെഴിയറിയാതെ വന്നു നീ എന്ന പാട്ട് പറഞ്ഞുകൊണ്ടിട്ട് നിന്റെ അതേ വോയിസ്. അതൊന്നല്ല, എനിക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ എന്നെ പിടിച്ച കിട്ടൂല. അതൊന്ന്. രണ്ടാം വാശി വെച്ചപ്പോ ഞാനത് എനിക്ക് താല്പര്യമില്ല. എന്നാലും നീ ആ കഴുത്തെ പിടിച്ച് ഞെക്ക് ഭയങ്കരമായി പോയില്ലടാ കൊച്ചിയർക്ക അല്ലേ? എന്തായാലും ഞങ്ങൾ ഒരേ ക്ലാസ്മേറ്റ് ആണ്. എന്തായാലും ഞങ്ങളുടെ പ്രയത്നം അല്ലേ? എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരും പാട്ടൊന്ന് പാടും. അതിന് ഞാൻ കേൾക്കട്ടെ. ഇപ്പൊ ഇത് റംസാന്റെ ഇതൊക്കെയാണല്ലോ, പെരുന്നാളിന്റെ ഇതൊക്കെയാണല്ലോ, നോമ്പുകാലം അല്ലേ? രണ്ടുപേരും പാടും. ചങ്കി തട്ടി പറഞ്ഞു രണ്ടുപേരും. എന്നാലും ചങ്കി തട്ടി ഒരു പാട്ട് രണ്ടുപേരും. നിന്റെ സ്ഥിരം മാസ്റ്റർ പീസ്. വർഷിക്കും സഹായം മുത്തുറസൂലിന്റെ മൊഴികളറിഞ്ഞുള്ള മുത്തക്കിങ്ങൾ കാട് സ്വർഗത്തിലെത്താഴം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും നല്ലൊരു റംസാൻ മുബാറക്ക് നേരുന്നു. ഒരു മായൻ. എന്തായാലും മായന്റെ സങ്കടം ദൈവം കാണാൻ